ഹായ് ഓൾ, നമ്മുടെ ഇടയിൽ തന്നെ മാത്തമാറ്റിക്സിനടുത്ത് ഇഷ്ടമുള്ള ഒരുപാട് ലോജിക്കൽ തിങ്കിങ് താല്പര്യമുള്ള കുട്ടികളുണ്ട്. ഒരു ബോർഡ് എക്സാം മോഡ് ഓഫ് സ്റ്റഡി അല്ലാതെ കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ട് കോമ്പറ്റീവ് എക്സാമിന് താല്പര്യമുള്ള മക്കളാണ് ഭൂരിഭാഗം പേര്. സോ അത്തരത്തിൽ കുട്ടികൾക്ക് എഴുതാൻ വേണ്ടി പറ്റിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമാണ് ഇൻ്റർനാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ് എന്ന് പറയുന്നത്. സോ ഈ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിനെ കുറിച്ച് ഒരുപാട് പേര് കേട്ട് കാണാം. ഇത് 6 സ്റ്റേജിലായിട്ട് വരുന്ന എക്സാമാണ്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് മക്കളെ IOQM എന്ന് പറയുന്നത്. IOQM എന്ന് പറയുമ്പം ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫയർ ഇൻ മാത്തമാറ്റിക്സ് ആണ്. ഫസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറയുന്ന സമയത്ത് ബോർഡ് എക്സാമിന് ഒരുപാട് മാറ്റമുള്ള ഒരു എക്സാമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? പ്രിപ്പറേഷൻ എന്തായാലും ആവശ്യമാണ്. ഈ IOQM കഴിഞ്ഞ കുട്ടികൾക്ക് മാത്രം, ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക് മാത്രമാണ് സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുള്ള RMO എന്ന് പറയുന്ന എക്സാമിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. RMO എന്ന് പറയുമ്പോൾ റീജിയണൽ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എന്ത് ചെയ്യും? ഓരോ സ്റ്റേജും ക്വാളിഫൈ ചെയ്യുമ്പോഴാണ് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് എന്ത് ചെയ്യുക? പ്രവേശനം ലഭിക്കുക. അപ്പോൾ അത്തരത്തിൽ 6 സ്റ്റേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലീറ്റ് ചെയ്തിട്ട് ഇൻ്റർനാഷണൽ ഒളിമ്പ്യാഡിലേക്ക് എത്താൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മൾ ഇതുവരെ പഠിച്ചിരിക്കുന്ന ഒരു ബോർഡ് എക്സാം മോഡ് ഓഫ് സ്റ്റഡിയിൽ നിന്ന് ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ഒളിമ്പ്യാഡ് മോഡ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യം എന്താണ്? പ്രിപ്പറേഷനാണ്. നമുക്ക് സിലബസ് വ്യത്യാസമുണ്ട്, പഠിക്കുന്ന രീതി വ്യത്യാസമുണ്ട്, ആൻസർ ചെയ്യുന്ന രീതി പോലും എന്താണ്? കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. സോ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ അത്ര എളുപ്പമാക്കാനായിട്ട് Xylem ഇതാ മക്കൾ ഇവിടെ പുതിയൊരു ബാച്ച് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, നമ്മുടെ രാമാനുജൻ ബാച്ച്. ഈ ബാച്ച് ഫോക്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ്സിലെ കുട്ടികളെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്തിട്ട് ഹയർ ലെവലിലേക്ക് എത്താൻ സാധിക്കുകയും ചെയ്യും. ഇനി ഒരു ബാച്ചിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറയുവാണെങ്കിൽ, കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഒളിമ്പ്യാഡ് ബാച്ച് വഴി IOQM അതേപോലെ സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുള്ള RMO ക്വാളിഫൈ ചെയ്ത കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഈ വർഷം ഈ ബാച്ചിലുള്ള ഓരോ കുട്ടികളും എന്ത് ചെയ്യണം? ഈ എക്സാംസ് ഒക്കെ ക്വാളിഫൈ ചെയ്യുകയും ചെയ്യണം. അത്തരത്തിൽ നിങ്ങൾക്കുള്ളൊരു കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. സോ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും എന്തൊക്കെയാണ് ഈ ബാച്ചിൻ്റെ പ്രത്യേകത, എന്തൊക്കെയാണ് ഹൈലൈറ്റ്സ്, ഫീച്ചേഴ്സ് ഒക്കെ അറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവുമല്ലോ. സോ മിസ് പറഞ്ഞുതരാം. സോ മക്കൾ, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ഫാക്കൾട്ടീസിൻ്റെ സപ്പോർട്ടാണ്. അതും ഒരു കോമ്പറ്റീറ്റീവ് ലെവൽ ഓഫ് എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഒരു ടീം തന്നെ വേണം അല്ലേ? അപ്പോൾ നിങ്ങൾ ലീഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് IITians ആയിട്ടുള്ള ഫാക്കൾട്ടീസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും അവർ തരുന്നതുമായിരിക്കും. പിന്നെ നമുക്ക് ആവശ്യം സ്റ്റഡി മെറ്റീരിയലാണ്. മിസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, സിലബസും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മെറ്റീരിയൽ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആവശ്യം ലൈവ് ക്ലാസ്സുകളാണ്. സാറ്റർഡേ സൺഡേ ആയിരിക്കും മക്കൾക്ക് ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ലൈവ് ക്ലാസ്സുകൾ മാത്രമല്ല, നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോസിൻ്റെ ആക്സസ് ലഭിക്കും. നമുക്ക് ഒരു ചാപ്റ്റർ ആണെങ്കിൽ അതിന് ബേസ്ഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഉള്ള റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്ക് എന്തായിരിക്കും? ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും. മക്കൾക്ക് ഇത് റീവാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ അടുത്ത കാര്യം പറയുവാണെങ്കിൽ എക്സാംസ് ആണ്. നമുക്ക് മന്ത്ലി എക്സാംസ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ പെർഫോമൻസ് എവിടെ എത്തി നമുക്ക് അറിയണമല്ലോ. അപ്പോൾ ആ രീതിക്ക് നിങ്ങളെ അനലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് മന്ത്ലി എക്സാംസ് ഉണ്ടായിരിക്കും. പിന്നെ എന്താ നമുക്ക് ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത്? ഡിഫറൻസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് മോഡ് ഓഫ് സ്റ്റഡി ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങളുടെ തിങ്കിങ് സ്റ്റൈൽ എന്ത് ചെയ്യണം? കംപ്ലീറ്റ്ലി നമുക്കൊരു ക്രിയേറ്റീവ് തിങ്കിങ്ങിലേക്ക് എന്ത് ചെയ്യണം? മാറ്റേണ്ടതുണ്ട്. ആ രീതിക്കുള്ള എല്ലാ കൈൻഡ് ഓഫ് സപ്പോർട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ഡേറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എല്ലാവരും ഇപ്പം തന്നെ നോട്ട് ഡൗൺ ചെയ്യുക. ഈ മാസം 25-ാം തീയതിയാണ് മക്കളെ നമ്മുടെ രാമാനുജൻ ബാച്ച് എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഇപ്പോൾ തന്നെ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന QR കോഡ് എന്ത് ചെയ്യുക? സ്കാൻ ചെയ്യുക, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക, ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക. ആൻഡ് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ബാച്ച് ഫീ ആയിട്ട് വരുന്നത് 5000 rupees മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ഒളിമ്പ്യാഡ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുമ്പം സാധാരണമായിട്ട് വാങ്ങിക്കുന്ന ഫീസിനേക്കാൾ എത്രയോ കുറവാണ് ഈ ഒരു ഫീസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഉടൻ തന്നെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനുണ്ട്. നമ്മുടെ ഏറ്റവും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഒളിമ്പ്യാഡിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ എത്താനുള്ളതാണ്. ഏറ്റവും ഹയസ്റ്റ് ലെവൽ എന്ന് പറയുമ്പോൾ ഏതാണ്? ഇൻ്റർനാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡാണ്. അത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അഡ്വാൻറ്റേജസും ഒരുപാട് ബെനിഫിറ്റ്സ് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. സോ എല്ലാവരും ചെയ്യേണ്ടത് എന്താണ്? QR കോഡ് ഇപ്പോൾ തന്നെ സ്കാൻ ചെയ്യുന്നു, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു, ബാച്ചിലേക്ക് വരുന്നു. നമുക്ക് എന്ത് ചെയ്യാം? ഉടൻ തന്നെ ബാച്ചിൽ കാണാം.